CPM കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിലാണ് വാക്കേറ്റവും സംഘർഷവും ഇന്നലെ ഉണ്ടായത്. അതിന് തുടർച്ചയിലാണ് സംസ്ഥാന സമിതി അംഗങ്ങളായ കെ രാജഗോപാലിനെയും കെ സോമപ്രസാദിനെയും സമ്മേളനത്തിൽ പൂട്ടിയിട്ടൊരു സംഭവം ഉണ്ടായി. എന്നാൽ അത് അങ്ങനെ പൂട്ടിയിട്ടതല്ല. ഈ കാര്യങ്ങളോട് മറുപടി പറയാൻ കഴിയാത്ത നേതാക്കൾ അതിനുള്ളിൽ തന്നെ ഇരുന്നതാണ്, പുറത്തേക്ക് വരാതിരുന്നതാണെന്നാണ് അല്പസമയം മുൻപ് ഒരു പ്രവർത്തകർ, ഇപ്പോൾ സമരരംഗത്തുള്ള ഒരു പ്രവർത്തകൻ പറഞ്ഞത്. സമ്മേളനത്തിൽ പാനൽ അവതരിപ്പിച്ചുള്ള ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. പാനൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെ എതിർത്തവരുടെ നിലപാട്. മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല. അങ്ങനെ വലിയ പ്രതിഷേധം. ഇപ്പോൾ PR വസന്തനെതിരെ, രാജഗോപാലിനെതിരെയൊക്കെയുള്ള പ്രതിഷേധം അതാ ഇപ്പോൾ അവിടെ വരികയാണ്. PR വസന്തൻ എന്ന് പറയുന്ന നേതാവിനെതിരെയാണ് അവർ എവിഡൻ്റായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഈ പറയുന്ന നമ്മുടെ അഴിമതിക്കാരനാണ്, കൊടിയ അഴിമതിക്കാരനാണ്. സ്കൂളിൻ്റെ മറവിൽ, അവിടുത്തെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്കൂളിൻ്റെ മറവിൽ കോടികളുണ്ടാക്കി, അയാളുടെ കോടികളുടെ സ്വത്ത് അന്വേഷിക്കണം എന്നൊക്കെയാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ. ഇപ്പോൾ പാർട്ടി പ്രവർത്തകരാണ് കൂടുതൽ പേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രതികരണം നടത്തിയ 4 പേരും പാർട്ടി പ്രവർത്തകർ ആണെന്ന് മാത്രമല്ല, ദീർഘകാലം പാർട്ടിക്കൊപ്പം, വർഷങ്ങളായി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പ്രായമായ ഒരു സഖാവിനെ അടക്കമുള്ളവർ അവിടെ കണ്ടു. അപ്പോൾ അത് സംസ്ഥാന നേതൃത്വം കേൾക്കും അവരുടെ പരാതി എന്നാണ് അവരുടെ പ്രതീക്ഷ. ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം. PR വസ്തുവിനെതിരെ പാർട്ടിക്ക് ഓൾറെഡി പരാതി കൊടുത്തതാണ് ഈ സാമ്പത്തിക ക്രമക്കേടിൽ. അതിൽ പാർട്ടി അന്വേഷണം നടത്തും എന്നടക്കം അറിയിച്ചതാണ്. അത് പാർട്ടി ഗുരുതരമായി തന്നെ സംസ്ഥാന നേതൃത്വം കാണുന്നതാണ്. അതിനുശേഷവും വസന്തൻ അനുകൂലമായ നിലപാടുകൾ നേതൃത്വം സ്വീകരിക്കുന്നു എന്ന പരാതി അവർക്ക് കാര്യമായി തന്നെയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പറയുന്നത് പക്ഷേ സംഘടനാ നടപടി ക്ഷണിച്ചു വരുത്തിയേക്കാവുന്ന ഒരു നടപടിയിലേക്ക് അവർ പോകാനുള്ള കാരണം. ശ്രീത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീത്ത്, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? പാർട്ടി ഓഫീസിന് മുന്നിൽ പാർട്ടി പ്രവർത്തകരെ പാർട്ടിയുടെ പോലീസ് തടയുന്നു, അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൻ്റെ പോലീസ് തടയുന്നു എന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ശ്രീത്, കരുനാഗപ്പള്ളിയിലാണ് പ്രതിഷേധം. പാർട്ടി ഓഫീസിലേക്ക് PR വസ്തുവിനെതിരെയാണ് പ്ലക്കാർഡുകൾ ഏന്തി. പ്ലക്കാർഡിലൊക്കെ എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന ആരോപണ കുന്തമനുകളാണ് ഓരോന്നോരോന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ സ്ത്രീപീഡകനുണ്ട്, സ്ത്രീപീഡന കേസിൽ പെട്ടവരുണ്ട്, അതിൻ്റെ തെളിവുകൾ അവരുടെ പക്കലുണ്ട് എന്ന് ഇന്നലെ അവിടെ തെരുവിൽ ഇന്നലെ വൈകുന്നേരം പ്രതിഷേധക്കാർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീപീഡകനുണ്ട്, അഴിമതിക്കാരുണ്ട്. അത്തരത്തിൽ അവിടെ പാർട്ടിയെ തെറ്റായി നയിക്കുന്ന ആളുകൾ പാർട്ടിക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്നു നേതൃനിരയിൽ എന്നുള്ളതാണ് അവരുടെ ആരോപണം. മാത്രമല്ല, അതിൽ ഒരു പ്രവർത്തനം പറഞ്ഞ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ വളരെ കുഞ്ഞിലേ മുതൽ ഇതിൽ വന്നതാണ്. ഞങ്ങൾ ഈ പാർട്ടിയിൽ മരിച്ചാലും ഈ പാർട്ടി വിട്ടുപോകില്ല. പക്ഷേ അത്തരക്കാർ അവർക്കുള്ള പദവികളും സൗകര്യവും കിട്ടുന്നില്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുന്നവരാണ്. അതാണ് വ്യത്യാസമെന്ന് പ്രവർത്തകർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വം ഇതൊക്കെ കാണണമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ശ്രീത് ശ്രീകുമാരൻ ചെയ്യുന്നു. ശ്രീത്ത്, നല്ല സംഘടനാബോധമുള്ള, വർഷങ്ങളായി സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്ന അവരാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ടും അത്രത്തോളം ഗതികിട്ടത് കൊണ്ട് തെരുവിലേക്ക് ഒരുപക്ഷെ സംഘടനാ നടപടി അടക്കം ഉണ്ടായേക്കാം എന്ന് കരുതി ഇറങ്ങേണ്ടി വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീത്, ഇവരിപ്പോൾ ഹാഷ്മി പറയുന്നത് നേതാക്കൾ പുറത്തിറങ്ങി വന്ന് സംസാരിക്കാതെ തങ്ങൾ പിറകോട്ട് പോകില്ല എന്നാണ്. അങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. പിന്നല്ലാതെ പോലീസിന്റെ ആവശ്യമില്ലയോ? പ്രസന്നയും ഭൂമിക്ക് മേളി വെച്ചേക്കത്തില്ലെന്ന് ഇപ്പൊ ഇറങ്ങിയ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കണ്ട, ഞങ്ങൾ ഈ കൊടി പിടിച്ചല്ലേ ഉള്ളൂ. ആണോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അവിടെ നിൽക്കുമ്പോഴും ഞങ്ങളാണ് വിയർപ്പൊഴുക്കി വാർഡുകളിൽ നടന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാതെ മാറില്ല? മാറത്തില്ല. തീർച്ചയായും അതാണ് അവരുടെ നിലപാട് ഹാഷ്മി. അറസ്റ്റ് ചെയ്യാതെ മാറില്ല. മുഴുവൻ പാർട്ടി അംഗങ്ങളാണ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്, മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാരുണ്ട്. സംസാരിക്കട്ടെ, ഞങ്ങളുടെ നേതൃത്വം വന്ന് സംസാരിക്കട്ടെ. പാർട്ടിക്കാരാണ്, സമരമുഖത്ത് നിൽക്കുന്നവരാണ്, പോലീസ് എന്ന് പറഞ്ഞാൽ പേടിക്കാത്തവരാണ്. അപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിൽക്കട്ടെ, അതുവരെ ഞങ്ങൾ അവിടെ നിൽക്കും, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ ഇറങ്ങി സംസാരിക്കട്ടെ എന്നുള്ളതാണ് അവിടുത്തെ പാർട്ടി നേതാക്കളായ ലോക്കൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരുമായ അവരുടെ പ്രതികരണം. പോലീസ് അവിടെയുണ്ട്. ഈ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് വരും മണിക്കൂറുകൾ കാണുകയും ചെയ്യാം.